നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ തരാതിരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് കരുതിക്കോളൂ. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോ പല സ്ഥലത്തും നമുക്കത് കാണാൻ സാധിക്കും. ഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും നോക്കൂ, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദശരഥൻ എന്ന് പറയുന്ന രാജാവിന് പുത്ര സൗഭാഗ്യം ഇല്ല. അദ്ദേഹത്തിന് അത് വിധിച്ചിട്ടില്ല. അവിടെയാണ് പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗം നടത്തി 4 പുത്രന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് അവസാനം കിട്ടുന്നത്? എന്താ സംഭവിക്കുന്നത്? അത് പുത്രശോകത്താലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്, അല്ലെ? അപ്പൊ പിടിച്ചു വാങ്ങുന്നതിനൊന്നും വലിയ ആയുസ് ഏത് കാലത്തും ഉണ്ടായിരിക്കില്ല. ദുര്യോധനൻ കള്ളച്ചൂത് കളിച്ചിട്ട് പിടിച്ചു വാങ്ങിയതാണ് രാജ്യം. അതിനെത്ര കാലത്ത് ആയുസാണ് ഉണ്ടായത്? അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, ശരത്തേനൊക്കെ പറയും, ഭഗവാനെ ഇന്ന കാര്യത്തിന് എനിക്ക് അർഹത ഉണ്ടെങ്കിൽ അതെനിക്ക് തരണേ, അല്ലാത്തത് വേണ്ട. എനിക്ക് ഇന്നൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം എനിക്ക് നല്ലത് ചെയ്യുമെങ്കിൽ, എനിക്കത് നേടാൻ അർഹത ഉണ്ടെങ്കിൽ അതെനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പറയാം. അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് എനിക്ക് വീട് തരണേ, കാറ് തരണേ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർ അടിച്ചാൽ ചിലപ്പോൾ നമ്മൾ മരിക്കുക. അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കുന്നത് എപ്പോഴും അർഹത ഉണ്ടെങ്കിൽ, ഗുണകരമാവുമെങ്കിൽ തരണേ എന്ന് പറയുന്നതാണ് നല്ലത്. ശരിയാണ്. ഇപ്പൊ